ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ശാലോം ടി വിയുടെ പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചരിത്രം നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. ഒരു രാജ്യത്തിന് അതിൻ്റെ ചരിത്രമുണ്ട്, ഒരു ദേശത്തിന് അതിൻ്റെ ചരിത്രമുണ്ട്, ഒരു സമൂഹത്തിന് അതിൻ്റെ ചരിത്രമുണ്ട്, ഒരു കുടുംബത്തിന് അതിൻ്റെ ചരിത്രമുണ്ട്. അതുപോലെ ഓരോ വ്യക്തിക്കും അവൻ്റേതായ അവളുടേതായ ചരിത്രങ്ങളുണ്ട്. ശൈശവകാലത്തെ ചരിത്രം, സ്കൂൾ കാലത്തിൻ്റെ ഓർമ്മകൾ, കൗമാരത്തിൻ്റെ ഓർമ്മകൾ, യൗവനത്തിൻ്റെ, അങ്ങനെ ഓരോ വ്യക്തിക്കും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ വ്യത്യസ്ത ഓർമ്മകൾ നൽകുന്നു. ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഓർമ്മകൾ ചിലതൊക്കെ നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓർമ്മകളില്ലാത്തവരല്ല, നമുക്കെല്ലാവർക്കും ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകളിൽ, ഈ അനുഭവങ്ങളിൽ, കഴിഞ്ഞകാല അനുഭവങ്ങളാകുന്ന നമ്മുടെ ജീവിത ചരിത്രത്തിൻ്റെ ഓർമ്മകൾ എപ്രകാരം എന്നെയും നിങ്ങളെയും സ്വാധീനിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ നാളുകളിലെ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ഉയർച്ചയുടെയോ അധപതനത്തിൻ്റെയോ ഒക്കെ കാരണങ്ങൾ. എപ്രകാരം ഒരുവൾ അവളുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളെ, അതിൽ നിന്നും എടുത്ത മനോഭാവങ്ങൾ, തീരുമാനങ്ങളാണ് ഒരുവളെ അവളുടെ നാളുകളെ സ്വാധീനിക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു വിജയത്തിൻ്റെ ഇന്നലകളുണ്ടാവാം, സന്തോഷത്തിൻ്റെ ഇന്നലകളുണ്ടാവാം, ദുഃഖത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഇന്നലകളുണ്ടാവാം. സന്തോഷത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ, വിജയത്തിൻ്റെ, പ്രതാപത്തിൻ്റേതായ ചരിത്രങ്ങൾ നമ്മെ വളർത്തുന്നു, നമ്മെ ധൈര്യപ്പെടുത്തുന്നു, നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. പരാജയത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, തിരസ്കരണത്തിൻ്റെ, വേദനയുടെ, സംശയത്തിൻ്റെ, വെറുപ്പിൻ്റെ, ഇങ്ങനെയുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഓർമ്മകൾ അവൾക്ക് തകർച്ചയുടെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ ഒക്കെ സ്വാധീനം അവളുടെ ജീവിതത്തിലുണ്ടാകുന്നു. എൻ്റെ ഇന്നലകൾ എന്നെ സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ഏതു തരം അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഇന്നിനെ, എൻ്റെ നാളെയെ ഒക്കെ സ്വാധീനിക്കുന്നു. പലരുടെയും ജീവിതത്തിലെ ദുരന്തമെന്ന് പറയുന്നത് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഭൂതകാലങ്ങളിൽ ജീവിക്കുക, ഇന്ന് ജീവിക്കാൻ മറന്നു പോകുക എന്നുള്ളതാണ്. വേദനയുടേതാവാം, പരാജയത്തിൻ്റേതാകാം, തിരസ്കരണത്തിൻ്റേതാകാം. ഇങ്ങനെയുള്ള നൊമ്പരങ്ങളുടെ ഓർമ്മകളിൽ, കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഇന്ന് അയവിറക്കി ജീവിക്കുമ്പോൾ ഇന്നിൻ്റെ ജീവിതം ജീവിക്കാൻ മറന്നു പോകുന്നു. നാളത്തെ ജീവിതം തകർച്ചയിലേക്ക്, നാശത്തിലേക്ക്, നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നു. ഇവിടെയാണ് കർത്താവായ യേശുവിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ടത്. ബൈബിളിൻ്റെ ലക്ഷ്യം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ
31 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു കർത്താവായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുകയും ആ ഹൃദയത്തിൽ നിൻ്റെ വിശ്വാസം നിമിത്തം നിന്നിൽ ജീവൻ ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് സുവിശേഷത്തിൻ്റെ ലക്ഷ്യം. ഈശോ വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ്. അങ്ങനെ യേശുവിൻ്റെ ഓർമ്മകളിൽ ഒരുവൾ തൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുക, ഐശ്വര്യമുണ്ടാകുക, ജീവിതം സഫലമാകുക. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ്. യേശുവിൻ്റെ വചനങ്ങളുടെ സാരാംശമാണല്ലോ വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മൾ ഓർമ്മയുള്ളവരാണ്. നിങ്ങൾക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഇത് അനുഷ്ഠിക്കുക, ഇത് അനുഭവിക്കുക, ഇത് ആചരിക്കുക. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങളുടെ ഓർമ്മയിൽ ക്രിസ്തു ജീവിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ എന്നും ശക്തമായ യേശുവിൻ്റെ ഓർമ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവരായി മാറുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറുന്നു. ജീവിതത്തിൽ പ്രത്യാശയും ധൈര്യവും ആത്മവിശ്വാസവുമുള്ളവരായി മാറുന്നു. ഇതിന് സുവിശേഷത്തിൽ ഏറ്റവും നല്ല ഉദാഹരണം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണല്ലോ. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം എമ്മാവുസിലേക്ക് ജെറൂസലേമിൽ നിന്നും 2 ശിഷ്യന്മാർ ഭയന്ന് ആകുലരായി ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ്. യഹൂദരെ ഭയന്ന് തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെന്നുള്ള ബോധ്യത്തിൽ നിരാശയിലായവർ, ഭയത്തിലായവർ, അവർ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നഷ്ടബോധമുണ്ടാകാം, കുറ്റബോധമുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം, ഒറ്റപ്പെടുത്തലുകളുണ്ടാകാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഓർമ്മകൾ, നമ്മെ തളർത്തുന്ന ഓർമ്മകളിൽ വിശുദ്ധ കുർബാനയുടെ സ്വാധീനം അല്ലെങ്കിൽ ജീവനിലേക്കുള്ള ഒരു തിരിച്ചുവരവ് എപ്രകാരം സാധ്യമാകും എന്ന് ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് തുറന്നു കാണിച്ചു തരികയാണ്. യഹൂദരെ ഭയന്ന് രാത്രിയിൽ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയവർക്ക് സഹയാത്രികനായി ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തവണ്ണം അവരുടെ കണ്ണ് മൂടപ്പെട്ടിരുന്നു. ഭയത്താൽ, ആകുലതയാൽ, നിരാശയാൽ കണ്ണ് മൂടപ്പെട്ടിരുന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരുന്നു അവരുടെ ജീവിതത്തിൽ. അങ്ങനെ മ്ലാനവതരരായി ജെറൂസലേമിൽ നിന്നും എമ്മാവുസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് സഹയാത്രികനായി ഉദ്ധിതനായ ഈശോ വചനം വ്യാഖ്യാനിച്ചു. അവരുടെ ഹൃദയം ജ്വലിച്ചു. അവരുടെ മനസ്സിൽ ഒരു പുതിയ ജീവൻ്റെ, ശക്തിയുടെ, പ്രത്യാശയുടെ, ഉണർവിൻ്റെയൊക്കെ ഒരു സ്വാധീനം യേശുവിൻ്റെ വചന വ്യാഖ്യാനത്തിലൂടെ അവർക്കുണ്ടായി. ഭവനത്തിലെത്തിയപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ട് അവർ തുടങ്ങിയപ്പോൾ യേശു അപ്പം മുറിച്ച് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഭയത്തിലായിരുന്നവർ, നിരാശയിലായിരുന്നവർ, ആകുലതയിലായിരുന്നവർ, മ്ലാനവതരായിരുന്നവർ, അവരിൽ വിസ്മയകരമായ ഒരു രൂപാന്തരീകരണമുണ്ടായി. ജീവനിലേക്ക് അവർ തിരിച്ചു വരികയാണ്. ആരെയൊക്കെ ഭയപ്പെട്ടുവോ അവരെയൊക്കെ നേരിടാനുള്ള കരുത്ത് നേടിക്കൊണ്ട് അവർ ആ നിമിഷം തന്നെ തീരുമാനിക്കുകയാണ് ജെറൂസലേമിലേക്ക് മടങ്ങി വരുവാൻ. ആരെ ഭയപ്പെട്ട് ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയോ അവരെ നേരിടാനുള്ള കരുത്ത് ഈ അപ്പം മുറിക്കലിലൂടെ അവർക്ക് ലഭിച്ചു. ഭയമെല്ലാം വിട്ടുപോയി.
പ്രത്യാശ നിറഞ്ഞവരായി, ഉണർവുള്ളവരായി മാറി, ധൈര്യമുള്ളവരായി മാറി. ചുരുക്കത്തിൽ ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്നു. നമ്മുടെ ഓർമ്മകളിൽ യേശുവിൻ്റെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എത്രത്തോളം യേശുവിൻ്റെ ഓർമ്മ നമ്മെ കീഴടക്കുന്നുവോ അത്രത്തോളം നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നവരായി മാറുകയാണ്. എന്തിനാണ് ഞാൻ എന്നും പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് എന്നും ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറില്ലേ? വല്ലപ്പോഴുമൊക്കെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുത്താൽ പോരെ എന്നൊക്കെ സാധാരണ ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ടല്ലോ. എന്നും എൻ്റെ മനസ്സിൽ യേശുവിൻ്റെ ഓർമ്മ നിലകൊള്ളുമ്പോൾ ഞാൻ ശക്തനായി മാറുകയാണ്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കരുത്തുള്ളവനായി മാറുകയാണ്. യേശു കർത്താവായ ക്രിസ്തുവാണെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മൂലം നിനക്ക് ജീവൻ ഉണ്ടാകുക എന്നതാണ് ബൈബിളിൻ്റെ ലക്ഷ്യം. ഈശോ വന്നത് അതിനാണ്, ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകാനുമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചു. ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അതെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റേതായ പ്രാരാബ്ധങ്ങൾ നമ്മെ തളർത്തുമ്പോൾ, രോഗങ്ങൾ, വേദനകൾ, മരണങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ, പല പല കാര്യങ്ങൾ നമ്മെ അനുദിന ജീവിതത്തിൽ തളർത്തുമ്പോൾ അവിടെ നമുക്ക് ധൈര്യമായി, നമുക്ക് ശക്തിയായി, നമുക്ക് ബലമായി, പ്രത്യാശയായി ഇതാ അവൻ്റെ ഓർമ്മ നമ്മിൽ നിലനിൽക്കുവാനും ആ ഓർമ്മയിൽ നമ്മൾ വളരുവാനും നമ്മൾ എന്നും വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ഈ ഒരുക്കത്തിൽ, ഈ ഒരു തികഞ്ഞ വിശ്വാസബോധ്യത്തിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാന അനുഭവത്തിൽ അവൻ്റെ ഓർമ്മകളിൽ നിലനിൽക്കുമ്പോൾ നമ്മെ തളർത്തുന്ന ഓർമ്മകളെ അതിജീവിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വിജയിക്കുന്നവരായി മാറുകയാണ്, പ്രത്യാശയുള്ളവരായി മാറുക, സ്നേഹമുള്ളവരായി. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരായി മാറുകയാണ്. യേശുവിൻ്റെ ക്ഷമയുടെ ഓർമ്മ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ക്ഷമയുള്ളവരായി മാറുകയാണ്. യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഓർമ്മ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ കരുണയുള്ളവരായി മാറുകയാണ്. യേശുവിൻ്റെ ഔദാര്യത്തിൻ്റെ ഓർമ്മ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ഔദാര്യമുള്ളവരായി മാറുകയാണ്. യേശുവിൻ്റെ കരുണയുടെ ഓർമ്മ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ കരുണയുള്ളവരായി മാറുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് വളരുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. ഈ വിശുദ്ധ കുർബാന അനുഭവം ഓരോ വ്യക്തിയെയും വെല്ലുവിളിക്കുന്നതാണ് മറ്റൊരു ക്രിസ്തുവാകുവാൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ കുർബാന നമുക്ക് ഓരോരുത്തർക്കും ഒരു അനുഭവമാക്കി തീർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ കുർബാന ശക്തിയാക്കി മാറ്റാം. പലപ്പോഴും പലതരത്തിലുള്ള സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ നമ്മെ തളർത്തുമ്പോൾ എന്നും പരാതിയില്ലാത്ത ഈശോ വിശുദ്ധ കുർബാനയിൽ നമ്മെ നോക്കുന്നു. ഓർക്കുക, പലപ്പോഴും നമ്മുടെ മനസ്സുകളിലൊക്കെ പലരെക്കുറിച്ചും ധാരാളം പരാതികൾ പറയാറില്ലേ? പരാതികൾ പറയാത്തവരായ മനുഷ്യരെ നമ്മൾ ഒരുപക്ഷെ കണ്ടു കാണത്തില്ല. എപ്പോഴും എല്ലാവരോടും പരാതി, എല്ലാവരെക്കുറിച്ചും പരിഭവം. ഇതാ ആരോടും ഒരു പരിഭവമില്ലാത്ത ഈശോ, ആരോടും ഒരു പരാതിയുമില്ലാത്ത ഈശോ ഇതാ നിനക്കായി എനിക്കായി കാത്തിരിക്കുന്നു തിരുവോസ്തിയിൽ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ ഒരു രൂപാന്തരീകരണം ഇവിടെ ആവശ്യമാണ്. നീ വിശുദ്ധ കുർബാനയ്ക്കായി ദാഹിക്കണം. നീ വിശുദ്ധ കുർബാന ഒരു അനുഭവമാക്കി മാറ്റണം. സാധാരണ നമ്മുടെ ഭാഷയിൽ ബലിയർപ്പണം കാണാൻ പോകുന്നു, വിശുദ്ധ കുർബാന കാണാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയുമെങ്കിലും
വെറുമൊരു കാഴ്ചക്കാരായി മാത്രം നമ്മൾ ഒതുങ്ങരുത്. മറിച്ച് വിശുദ്ധ കുർബാന ഒരു സംഭവമാണ്, വിസ്മയമാണ്, അനുഭവമാണ്. അത് നമ്മൾ സാംശീകരിച്ച് കഴിയുമ്പോൾ, ഒപ്പിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ശക്തരായി. അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈശോ പറഞ്ഞല്ലോ, ഭയപ്പെടേണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മെ ഭയത്തിലേക്ക്, നിരാശയിലേക്ക് തള്ളിവിടുമ്പോൾ ഓർക്കുക, യേശുവിൻ്റെ ഓർമ്മ നമ്മെ ശക്തിപ്പെടുത്തുന്നു. അതിനും വളരെ വ്യക്തമായ ഒരു ഉദാഹരണം നമുക്ക് സുവിശേഷത്തിലുണ്ടല്ലോ. ഈശോ കടലിൽ കൂടെ നടക്കുമ്പോൾ വഞ്ചിയിലായിരുന്ന ശിഷ്യന്മാരിൽ പത്രോസ് പറഞ്ഞു, അങ്ങ് ക്രിസ്തുവാണെങ്കിൽ എന്നെ അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ അനുവദിക്കുക. അങ്ങ് യേശുവാണെങ്കിൽ എന്നെ അങ്ങയുടെ പക്കലേക്ക് വരുവാൻ അനുവദിക്കുക. ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ വരിക. പത്രോസ് കടലിന് മുകളിലൂടെ ഈശോയുടെ അടുത്തേക്ക് സാവധാനം നടന്നു നീങ്ങി. പത്രോസിൻ്റെ മനസ്സ്, കണ്ണുകൾ ഈശോയുടെ പക്കലേക്ക്. അങ്ങനെ നടന്നു നീങ്ങിയ പത്രോസ് ചുറ്റുമുള്ള തിരമാലകളിലേക്ക്, കാറ്റിലേക്ക് ഒക്കെ ഒന്ന് ശ്രദ്ധ തിരിച്ചപ്പോൾ ഭയം അവനെ കീഴ്പ്പെടുത്തി. യേശുവിൻ്റെ ഓർമ്മയിൽ എപ്പോഴൊരു കുറവുണ്ടാകുന്നുവോ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ചയാണ്. അത് ഭയത്തിൻ്റെ രൂപത്തിലാകാം, ആകുലതയുടെ രൂപത്തിലാകാം, നിരാശയുടെ രൂപത്തിലാകാം. അപ്പോൾ യേശുവിൽ നിന്നും ഞാൻ എൻ്റെ ഓർമ്മകൾ മാറ്റുമ്പോൾ, ചിന്തകൾ മാറ്റുമ്പോൾ, കണ്ണുകൾ മാറ്റുമ്പോൾ ഞാൻ ജീവിതത്തിൽ താഴാൻ തുടങ്ങുന്നു. ജീവിതമാകുന്ന സാഗരത്തിൽ ഞാൻ താഴാൻ തുടങ്ങുന്നു. അവനെ നോക്കിയവർ പ്രകാശിതരായി. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ പലപ്പോഴും പരാതികൾ ധാരാളമുണ്ട്. ഈ പരാതികൾക്ക് എവിടെയെന്നാണ് ഒരു പരിഹാരം? ഒരു പരിഹാരമേ ഉള്ളൂ. ആരോടും പരാതി പറയാത്ത ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കുക. അവൻ്റെ ഓർമ്മയിൽ എന്നെല്ലാം ഞാൻ ജീവിക്കുന്നുവോ, ഏതെല്ലാം നിമിഷം ഞാൻ ജീവിക്കുന്നുവോ, എൻ്റെ ജീവിതത്തിൽ അതെല്ലാം ഒരു ശക്തിയായി മാറുകയാണ്, ഒരു ബലമായി മാറുകയാണ്, സൗഖ്യമായി മാറുകയാണ്. ഓർമ്മകളെ സൗഖ്യപ്പെടുത്തുന്ന നാഥൻ, എൻ്റെ ബോധ, ഉബോധ, അബോധ മനസ്സുകളെ സൗഖ്യപ്പെടുത്തുന്ന നാഥൻ, എൻ്റെ ഓർമ്മകളെ സൗഖ്യപ്പെടുത്തുന്ന നാഥൻ യേശു എപ്പോഴും നമ്മെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാണല്ലോ അവിടുന്ന് എപ്പോഴും നമ്മോടൊത്തായി ആയിരിക്കുക. നമ്മോടൊത്താകാൻ വേണ്ടി അവിടുന്ന് ചെറുതായി. ഈ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നമ്മൾ ഓരോരുത്തരും ഒപ്പിയെടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകാൻ സാധിക്കുന്നുണ്ടോ? ത്യാഗം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവിടെ വിശുദ്ധ കുർബാന നമ്മെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ മുറിക്കപ്പെട്ടു, നിനക്ക് വേണ്ടി ഞാൻ കുത്തി തുറക്കപ്പെട്ടു. മകനെ, മകളെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചില്ലേ? ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ? ഞാൻ നിനക്ക് എൻ്റെ സാന്നിധ്യം നൽകുന്നില്ലേ? നീയും സ്നേഹത്തിൻ്റെ സാന്നിധ്യമാകുക, അഭയമാകുക, പ്രത്യാശയാകുക, സ്വാന്തനമാകുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴായി ഒരു ജെറൂസലേമിൽ നിന്നുള്ള എമ്മാവൂസ് യാത്രയും എമ്മാവൂസിൽ നിന്നുള്ള ജെറൂസലേം യാത്രയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കൂടുതലും ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന പ്രവണതകളാണ് നമ്മെ ഓരോരുത്തരെയും കൂടുതലായിട്ട് സ്വാധീനിക്കാറുള്ളത്. അങ്ങനെയുള്ള പ്രവണതകൾ കുറച്ചുകൊണ്ട് എമ്മാവൂസിൽ നിന്നും ജെറൂസലേമിലേക്ക് ശക്തി സംഭരിച്ച് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നേരിടാനായിട്ട് പുറപ്പെട്ട ആ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതുപോലെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാം. നമ്മുടെ ഓർമ്മകളെ ഭാരപ്പെടുത്തുന്നവയെല്ലാം യേശുവിൻ്റെ സ്നേഹം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക്, വിടുതലിലേക്ക് നയിക്കട്ടെ. മനസ്സിൻ്റെ ഭാരം യേശുവിൻ്റെ ഓർമ്മയിൽ, മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകട്ടെ. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, പ്രത്യാശയുടെ, സന്മനസ്സുള്ള മകനും മകളുമായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം.
സാഹചര്യം കിട്ടുമ്പോഴെല്ലാം, സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ ബലി അർപ്പണത്തിലേക്കായിട്ട് ആഗ്രഹിക്കുക, ദാഹിക്കുക. വിശുദ്ധ കുർബാന അർപ്പണത്തിന് ദേവാലയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിനായി ഒരുങ്ങുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എമ്മാവുസിൽ നിന്ന് ജെറൂസലേമിലേക്ക് മടക്കയാത്ര നടത്തിയ ആ ശിഷ്യന്മാരുടെ അനുഭവത്തിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യ ഔഷധത്താൽ, പാതയത്താൽ വിജയത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് നമ്മൾ സ്നേഹത്തിൽ എല്ലാ മനുഷ്യരെയും കീഴടക്കുന്നവരായി മാറുന്നു. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നു, നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നു, നമുക്ക് ജീവിതത്തിൽ പ്രത്യാശയുള്ളവരാകാൻ സാധിക്കുന്നു, നമുക്ക് ജീവിതത്തിൽ ആത്മധൈര്യമുള്ളവരാകാൻ സാധിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ലോക അവസാനം വരെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ മനസ്സിനെ ഈശോയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈശോയുടെ ഓർമ്മകളിൽ നിലനിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ ഓരോ ദിവസവും ഈ വിശുദ്ധ കുർബാന അർപ്പണം നമ്മുടെ കണ്ണുകൾ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നതാകട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകൾ ദൈവരാജ്യത്തിൻ്റേതായി മാറട്ടെ. നമ്മുടേതായ തീരുമാനങ്ങൾ യേശുവിന് വേണ്ടിയുള്ളതാവട്ടെ, അപരന് വേണ്ടിയുള്ളതാവട്ടെ, 2 മൈൽ ദൂരം നടക്കാനുള്ളതാകട്ടെ, കരുണ കാണിക്കുന്നതാകട്ടെ. അത്തരത്തിൽ നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിലുണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചരിത്രങ്ങൾ, നമ്മുടെ ഓർമ്മകൾ യേശുവിൻ്റെ ശക്തിയിൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ, യേശുവിൻ്റെ ആത്മാവിൽ നമുക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് ശക്തരാകാം. സ്നേഹത്തിൻ്റെ, സൗമ്യതയുടെ, പരാതിപ്പെടാത്ത ദിവ്യകാരുണ്യനാഥൻ്റെ സജീവ സാന്നിധ്യമാകാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ച് ഒരു ബലിയർപ്പണമാക്കി മാറ്റാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ, ജീവൻ നൽകുവാൻ വന്ന ഈശോയെ, അങ്ങ് കർത്താവായ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം നിമിത്തം ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ അങ്ങ് തിരുവുള്ളമാവുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ജീവൻ നൽകിക്കൊണ്ട് ഞങ്ങളെ അങ്ങൊന്ന് ധന്യരാക്കി. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഞാൻ അങ്ങ് തന്ന ജീവൻ്റെ അപ്പം ഞങ്ങളെ ജീവനിലേക്ക്, പ്രത്യാശയിലേക്ക്, നിത്യതയിലേക്ക് അങ്ങൊന്ന് നയിക്കുന്നു. ഓ ദൈവമേ, അനന്തകാരുണ്യത്തിന് നന്ദി, അവർണ്ണനീയമായ ഈ ദാനത്തിന് നന്ദി. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ സ്തുതിക്കാം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ സ്തുതിക്കാം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ സ്തുതിക്കാം. അവിടുന്നു നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുതേ, അവിടുത്തെ
സ്നേഹവും കരുണയും നീ മറക്കരുതേ, മറക്കരുതേ. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, ഇന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ സ്തുതിക്കാം. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു. നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. ആ സ്നേഹമൊരു നാളും മറക്കരുതേ. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, ഇന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ സ്തുതിക്കാം. നിന്റെ യൗവനം കഴുകനെ പോ നവീകരിച്ചനുഗ്രഹിക്കും. നിന്റെ യൗവനം കഴുകനെ പോ നവീകരിച്ചനുഗ്രഹിക്കും. നിന്റെ ജീവകാലം സംതൃപ്തിയേകി നടത്തിടുന്നു. പീഡിതർക്കായി നീതിയെന്നും നടത്തും അവൻ. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, ഇന്നന്തരംഗമേ കർത്താവിൻ നാമത്തെ സ്തുതിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ